ഇപ്പോൾ മുണ്ടക്കയിൽ വീണ്ടും പ്രതീക്ഷ കൈവിടാതെ രാത്രിയും ഇപ്പോൾ അടുത്ത റഡാർ സിഗ്നൽ പരിശോധന നടത്തുന്ന തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മുണ്ടക്കയിൽ റഡാർ സിഗ്നൽ നേരത്തെ കണ്ടെത്തിയ അതേ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ വീണ്ടും റഡാർ സിഗ്നൽ പരിശോധന ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നടത്തുന്നത്. ആസിഫ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു വിദഗ്ധരും അതുപോലെ തന്നെ ആസിഫും എല്ലാം പറഞ്ഞ കാര്യമാണ്, ആളുകളുടെ ശ്വാസം പോലും ഈ ഒരു റഡാർ സിഗ്നലിൽ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടി ദൂരേക്ക് മാറി നിന്നൊക്കെയല്ലേ എല്ലാ ആളുകളെയും മാറ്റാൻ സാധിച്ചിട്ടുണ്ടോ ഉദ്യോഗസ്ഥർക്ക്? അടുത്ത് വരാൻ പറയണം. എനിക്കറിയില്ല ഇവിടെ നിൽക്കുന്നത് പുള്ളി. ലൈറ്റൊക്കെ ഒന്നും പിടിച്ചു. ഇപ്പോൾ മുണ്ടക്കൈ പ്രദേശത്താണ് ഇപ്പോൾ 4ാം ദിനം രക്ഷാപ്രവർത്തനം തുടരുന്നതിനിടെ റഡാർ സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് ഇപ്പോൾ പരിശോധന നടത്തുകയാണ് ഉദ്യോഗസ്ഥർ. ഫ്ലഡ് ലൈറ്റ് എത്തിച്ച് പരിശോധന നടത്തുമെന്നാണ് അറിയിച്ചത്. എന്നാൽ ഇപ്പോൾ വീണ്ടും അടുത്ത റഡാർ സിഗ്നൽ ലഭിക്കാനായി റഡാർ സിഗ്നൽ പരിശോധന ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണ്. ആദ്യം കിട്ടിയ സിഗ്നൽ മനുഷ്യ ശരീരത്തിൽ നിന്നാകാൻ സാധ്യതയില്ല എന്ന് നേരത്തെ വിദഗ്ധർ അറിയിച്ചിരുന്നു. എങ്കിലും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഇപ്പോൾ തിരച്ചിൽ തുടരാനായി ഉള്ള ഇപ്പോൾ തിരച്ചിൽ തുടരുന്നത്. എന്തായാലും ഈ ഒരു ആശയക്കുഴപ്പമൊക്കെ ഒഴിവാക്കാനായി തിരച്ചിൽ തുടരാൻ തന്നെയായിരുന്നു മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. ഇപ്പോൾ വീണ്ടും റഡാർ പരിശോധന ആരംഭിച്ചിരിക്കുകയാണ്. നമുക്കൊപ്പം റാഫി കൂടി ചേരുന്നുണ്ട്. റാഫി, വീണ്ടും ഈ ഒരു റഡാർ സിഗ്നൽ പരിശോധന ആരംഭിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. അപ്പം തന്നെ ഏറെ ദുഷ്കരമായൊരു ദൗത്യം തന്നെയാണ്. കാരണം നിരവധി ആളുകൾ അവിടെ കൂടി നിൽക്കുന്നുണ്ട്. നേരത്തെ വിദഗ്ധരും ഒപ്പം നമ്മുടെ റിപ്പോർട്ടർ ആസിഫും എല്ലാം സൂചിപ്പിച്ച ഒരു കാര്യമാണ്, ഈ ഒരു റഡാർ സിഗ്നലിൽ നമ്മുടെ ശ്വാസം, അടുത്തു കൂടിയിരിക്കുന്ന ആളുകളുടെ ഒക്കെ ശ്വാസം പോലും ഉൾപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എത്രത്തോളം സൂക്ഷ്മവും ദുഷ്കരവുമാണ് ഈ ഒരു റഡാർ സിഗ്നൽ പരിശോധന. ഒപ്പം തന്നെ ഫ്ലഡ് ലൈറ്റുകൾ ഉൾപ്പെടെ എപ്പോഴത്തേക്ക് എത്തിക്കും? തീർച്ചയായും ഒരു ജീവനാണ് തുടിക്കുന്നതെങ്കിൽ അതിനെ തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ രാത്രി വൈകിയുമുള്ള പരിശോധനയിലേക്ക് ഈ ദൗത്യ സംഘം കടക്കുന്നത്. കാരണം നേരത്തെ 2 വട്ടം റഡാർ പരിശോധനകൾ നടത്തിയപ്പോൾ കൃത്യമായി ശ്വാസോച്ഛ്വാസം റഡാർ പരിശോധനയിൽ കിട്ടിയിരുന്നു. അത് വീണ്ടും ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരിശോധന നടത്തിയപ്പോഴും കൃത്യമായ ഒരു മനുഷ്യജീവൻ അവിടെയുണ്ട്, ഒരു ജീവൻ അവിടെയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സ്ഥലത്ത് ലൈറ്റ് അടക്കമുള്ള സംവിധാനങ്ങൾ അല്പസമയത്തിനകം സ്ഥാപിക്കും. ഇതിനുവേണ്ടി കൂടുതൽ സൈനികരെ ഈ പരിശോധനാ സ്ഥലത്തേക്ക് എത്തിക്കുന്നുണ്ട്. ഇപ്പോൾ സൈനികർ പരിശോധനാ സ്ഥലത്തേക്ക് താഴെ ചൂരൽ മലയിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. ഒപ്പം തന്നെ ഈ സൈനികരുടെ പക്കൽ ഫ്ലഡ് ലൈറ്റ് അടക്കമുള്ള സംവിധാനങ്ങളുണ്ട്. ഒപ്പം ഇനി തുടർ പരിശോധനകൾ നീണ്ടുപോയാൽ അതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഇപ്പോൾ അവിടെ സജ്ജീകരിക്കുന്നുണ്ട്. എന്തായാലും അതൊരു ജീവനാണെങ്കിൽ അതിനെ ഏറ്റവും വേഗത്തിൽ പുറത്തെത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. അതല്ല എന്നുണ്ടെങ്കിൽ അത് എന്ത് പ്രതീക്ഷയാണ്. ശരി, നമുക്കിപ്പം ആസിഫ് കൂടി ചേരുന്നുണ്ട്. ആസിഫ്, ഇപ്പോൾ ഇതിനുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായോ ഈ ഒരു റഡാർ പരിശോധനയ്ക്കുള്ള? ഇപ്പോൾ താൽക്കാലികമായി ജനറേറ്റർ എത്തിച്ചുകൊണ്ട് ആ റഡാർ പരിശോധന അത് കാര്യക്ഷമമായി പോകാനുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടായിരുന്നു. അങ്ങനെ എന്തൊക്കെ സംവിധാനങ്ങൾ നമുക്ക് ഇവിടെ ഒരുക്കാൻ കഴിയുമോ ആ സംവിധാനങ്ങളെല്ലാം ഈ രാത്രിയും ഇരട്ടിയ വേളയിലും ചെയ്തുകൊണ്ട് ആ ഒരു ജീവന്റെ കുതിപ്പ് അവിടെ ഉണ്ട് എന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ കൂടുതൽ പരിശോധനകൾ നടത്തിക്കൊണ്ട് അത് പൂർത്തിയാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ ഒരു തവണ കൂടി റഡാർ വെച്ച് പരിശോധിച്ച കിറ്റിൽ ഒന്നുകൂടി ഉറപ്പാക്കാൻ പോവുകയാണ്. അങ്ങനെ ആ ജീവന്റെ കുതിപ്പ് നമുക്ക് അനിവാര്യമാണ്. കാരണം ആ ജീവന്റെ കുതിപ്പ് നമുക്ക് കണ്ടെത്തേണ്ടത് അനിവാര്യമാണ്. കാരണം 4ാം ദിവസമാണ് അവിടെ ഒരു ജീവന്റെ കുതിപ്പ് നമുക്ക് റഡാർ പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞത്. അത് ഇനിയും ഒട്ടും വൈകിക്കാതെ തന്നെ നമുക്ക് അതിലേക്ക് എത്തേണ്ടതുണ്ട്. അപ്പോഴും ഈ ഒരു കെട്ടിടത്തിന്റെ അവസ്ഥ കെട്ടിടത്തിന്റെ അവസ്ഥ
അത് വളരെ പരിതാപകരമാണ്. കാരണം അതിന്റെ മൂന്നില കെട്ടിടമാണ്, അതിന്റെ അടിഭാഗമടക്കം അത് തകർന്നു പോയ സാഹചര്യമുണ്ട്. ബീമുകളടക്കം തകർന്നു പോയൊരു കെട്ടിടമാണ്. അതിന്റെ ഏറ്റവും അടിയിലുള്ള ഭാഗത്താണോ ഈ ഒരു ജീവന്റെ തുടിപ്പ് ഉള്ളത് എന്ന് തന്നെയാണ് നമ്മുടെ ആശങ്ക. അങ്ങനെയാണെങ്കിൽ അങ്ങോട്ട് കയറുക കൂടുതൽ ദുഷ്കരമായിരിക്കും. അതിന്റെ മുകൾ ഭാഗം അടക്കം ഒരു പക്ഷേ പൊളിച്ചു മാറ്റിക്കൊണ്ടായിരിക്കും നമുക്ക് ഉള്ളിലേക്ക് കടക്കാൻ കഴിയുക. അത്തരത്തിൽ വലിയ ദുഷ്കരമായ ഒരു ദൗത്യമാണ്. പക്ഷേ ഒരു ജീവന്റെ തുടിപ്പാണ് നമ്മൾ അവിടെ കണ്ടെത്തിയിരിക്കുന്നത്. അത് മനുഷ്യതാകുമെന്ന് നമുക്ക് പൂർണ്ണമായി ഉറപ്പൊന്നുമില്ല. പക്ഷെ അതൊരു ശ്വസിക്കുന്ന തരത്തിലുള്ള ഒരു ജീവിയുടേതുമാകാം. പക്ഷെ നമുക്കത് ഉറപ്പുവരുത്താതെ നമുക്ക് സ്വാഭാവികമായും അവിടെ നിന്ന് മടങ്ങാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആർമി ആദ്യഘട്ടത്തിൽ അവിടെ തെരച്ചിൽ നടത്തിയപ്പോൾ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. പിന്നീട് വീണ്ടും നോക്കി വീണ്ടും തെരച്ചിൽ നടത്തിയപ്പോൾ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. പക്ഷെ അപ്പോഴും ഈ റഡാർ പരിശോധന നടത്തിയ ഉദ്യോഗസ്ഥർ പറഞ്ഞത് അവിടെ ജീവന്റെ തുടിപ്പ് അവശേഷിക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. അതുകൊണ്ട് ആ പരിശോധന നെഗറ്റീവാണ് എന്ന് ആർമി അറിയിച്ചപ്പോൾ പോലും അവർ വീണ്ടും റഡാർ പരിശോധന നടത്തിയ ഉദ്യോഗസ്ഥർ അവിടെ ആ ഒരു ജീവന്റെ തുടിപ്പുണ്ട് എന്നുള്ള കാര്യം വീണ്ടും വീണ്ടും എടുത്തു പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോൾ ആ തിരച്ചിൽ രാത്രി വൈകിയെങ്കിൽ പോലും അവസാനിപ്പിക്കരുത് എന്നുള്ള കർശന നിർദ്ദേശം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ലഭിക്കുകയും ചെയ്തു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വീണ്ടും തെരച്ചിൽ പുനരാരംഭിക്കാൻ ഇപ്പോൾ പോകുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന ആ കെട്ടിടമാണ് നമ്മളുടെ പ്രധാനപ്പെട്ട തെരച്ചിൽ നടത്തുന്ന ഒരു മേഖല. ആ മേഖലയിൽ നിന്നുകൊണ്ട് വേണം നമുക്ക് തെരച്ചിൽ നടത്താൻ. അതിൽ അടിത്തട്ടിലാണെങ്കിൽ നമുക്ക് കൂടുതൽ ദുഷ്കരമാകാം. കെട്ടിടത്തിന്റെ വീടുകളടക്കം പൊളിഞ്ഞ സാഹചര്യമുണ്ട്. അത് തകർന്നു വീഴാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് സൈന്യം തന്നെ പറയുന്നുണ്ട്. ഇതിൽ പോലും ആ ജീവന്റെ തുടിപ്പ് വീണ്ടെടുക്കാൻ നമുക്ക് എന്താണോ ചെയ്യാൻ കഴിയുക അത് ചെയ്യുക എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മുമ്പിലുള്ള വഴി. ആ വഴിയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഇവിടെ പ്രകാശത്തിന്റെ പ്രശ്നമുണ്ട്. ആ പ്രശ്നങ്ങളെ അതിജീവിച്ചുകൊണ്ട് താൽക്കാലികമായി ജനറേറ്റർ സംവിധാനങ്ങൾ അടക്കം എത്തിച്ചുകൊണ്ട് നമ്മൾ പരിശോധന നടത്തും. ഇതിന് പൂർണ്ണ സന്നദ്ധരായ ഒരു കൂട്ടം യുവാക്കളടക്കം ഇപ്പോൾ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദുഷ്കരമായ സ്ഥലത്തും ഞങ്ങൾ തെരച്ചിൽ നടത്താൻ തയ്യാറായെന്ന് അറിയിച്ചുകൊണ്ട് അവർ എത്തിയിട്ടുണ്ട്. ഏതായാലും നമുക്ക് ആ പരിശോധന റഡാർ സിഗ്നൽ ലഭിച്ചാൽ ഉടനെ തന്നെ വീണ്ടും നമുക്ക് പുനരാരംഭിക്കാൻ കഴിയും. ആ റഡാർ സിഗ്നൽ പരിശോധിക്കുന്നതിനുള്ള നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഏതായാലും വളരെ ദുഷ്കരമായ ഒരു കെട്ടിടമാണ് ഇതിലുള്ളത്. നമ്മുടെ സമയം രാത്രി ഇരുട്ടായിരിക്കുന്നു, പൂർണ്ണമായ ഇരുട്ടായിരിക്കുന്നു. ഇനി നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രകാശമില്ലാതെ നമുക്ക് അങ്ങോട്ട് കടന്നു ചെല്ലാൻ കഴിയില്ല. അങ്ങനെ കടന്നു ചെന്നാൽ പോലും അതിന്റെ അടിയിൽ കമ്പിയും മറ്റ് മരങ്ങളുടെ അടക്കമുള്ള അവശിഷ്ടങ്ങളും അവിടെ വന്ന് അടിഞ്ഞ ഒരു മേഖല കൂടിയാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ആ ജീവിത തുടിപ്പ് വീണ്ടെടുക്കാൻ വളരെ ദുഷ്കരമായ ഒരു ദൗത്യം നമുക്ക് നടത്തേണ്ടി വരും. അത് നടത്താൻ തയ്യാറായിട്ടുണ്ട് ഇവിടെ ഒരു കൂട്ടം ആളുകൾ ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുകയാണ്. അതിനാവശ്യമായ സജ്ജീകരണങ്ങൾ താഴെ നിന്നവർ ജനതയ്ക്കടക്കം ഇപ്പോൾ ഇങ്ങോട്ട് എത്തിക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ ഏത് തരത്തിലുള്ള വൈദ്യുതി പ്രകാശമാണോ ഇവിടെ ഏർപ്പെടുത്താൻ കഴിയുക അതിനാവശ്യമായ സജ്ജീകരണങ്ങൾ കടന്നു വരാനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. വാഹനങ്ങൾ എത്തിയിട്ടുണ്ട്. അങ്ങനെ വാഹനങ്ങളുടെ ലൈറ്റിന്റെ പ്രകാശം അടക്കം ഇവിടെ തെളിച്ചുകൊണ്ട് ഏതൊക്കെ തരത്തിൽ നമുക്ക് ഇവിടെ പ്രകാശം ലഭിക്കാൻ വെളിച്ചം ലഭിക്കാൻ കഴിയുമോ അത്തരത്തിൽ അത് ലഭ്യമാക്കിക്കൊണ്ട് നമുക്ക് ആ ജീവന്റെ തുടിപ്പ് നടത്താനുള്ള ശ്രമം നമ്മൾ ആരംഭിക്കുകയാണ്. നമ്മൾ അത് 3 തവണ അത് നടത്തിയെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു. എങ്കിൽ പോലും ആ ഒരു സിഗ്നൽ അപ്പോഴും പോസിറ്റീവായി നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അത് ഉപേക്ഷിച്ചു പോകാൻ കഴിയില്ല. ആർമിയുടെ നേതൃത്വത്തിൽ 3 തവണ നടത്തിയ തെരച്ചിലും അത്ര വലിയ രീതിയിലുള്ള തെരച്ചിൽ നടത്തിയെങ്കിൽ നമുക്ക് കഴിഞ്ഞില്ല. അപ്പോഴും നമ്മൾ ആ സിഗ്നൽ വീണ്ടും പരിശോധിച്ചപ്പോഴാണ് അത് പോസിറ്റീവാണ് എന്ന് കണ്ടെത്തുക. തെരച്ചിൽ നടത്തിയപ്പോൾ അത് നമുക്കൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ള കാര്യം ആർമി ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നു. അതുകൊണ്ട് നമുക്കത് താൽക്കാലികമായി നിർത്തിയുള്ളൂ എന്ന് അറിയിച്ചിരുന്നു. പിന്നീട് വീണ്ടും ആ ഉദ്യോഗസ്ഥൻ നോക്കിയപ്പോൾ റഡാർ പരിശോധനയിൽ നമുക്ക് വീണ്ടും ആ സിഗ്നൽ പോസിറ്റീവായി തുടർന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ തന്നെ ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞു സിഗ്നൽ ഇപ്പോഴും പോസിറ്റീവാണ്. 2 മീറ്റർ പരിധിയിൽ അത് 2.5 മീറ്റർ ആഴത്തിലും 7.5 മീറ്റർ ഒരു പരിധിയുമായി അത് ഉണ്ടാകാനുള്ള സാധ്യത. അത്തരത്തിലാണ് അതിന്റെ ഒരു സാങ്കേതിക അദ്ദേഹം വിശദീകരിച്ചത്. അതുകൊണ്ട് 2.5 മീറ്റർ ആഴത്തിൽ വരെ നമുക്ക് പരിശോധന നടത്തണം. 7.5 മീറ്റർ വ്യാപ്തിയിൽ 2.5 മീറ്റർ ആഴത്തിൽ നമുക്ക് പരിശോധന നടത്തണം. അത് ഈ പ്രധാനമായും ഈ ഒരു തകർന്ന വീഴാറായ കെട്ടിടത്തിന്റെ അടിയിലേക്ക് പോലും ആകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഈ ദൗത്യത്തിന്റെ ഏറ്റവും ദുഷ്കരമായ ഒരു കാര്യം. കാരണം ആ കെട്ടിടത്തിന്റെ ബീമുകൾ നോക്കിയാൽ ചില ബീമുകൾ ഉള്ളിലേക്ക് ഒടിഞ്ഞു മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു പക്ഷേ ഈ കെട്ടിടത്തിന്റെ ഒരു ഭാഗമടക്കം ഒളിച്ചു മാറ്റിക്കൊണ്ട് മാത്രമേ നമുക്ക് ചിലപ്പോൾ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ. ആ ഒരു ദൗത്യം
കഴിയില്ല. കാരണം നമ്മളെ സംബന്ധിച്ചോളം അത് എന്താണെന്ന് നമുക്ക് ഉറപ്പൊന്നുമില്ല. അത് മനുഷ്യജീവനാണോ അല്ലെങ്കിൽ ജീവൻ പിടിക്കുന്ന മറ്റെന്തെങ്കിലും ജീവിതമാണോ എന്നുള്ളത്. പക്ഷേ നമ്മളെ സംബന്ധിച്ചോളം അത് ആ ദൗത്യം അത് ആ സിഗ്നലിലേക്ക് നമുക്ക് എത്തിയേ പറ്റി. അല്ലെങ്കിൽ ആ 4 ദിവസമായി അതൊരു ജീവന്റെ ശേഷിപ്പ് അവിടെ ഉണ്ട് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഈ ദൗത്യത്തിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്കാണ് നമ്മൾ എത്തുന്നത്. കാരണം ഒരു ജീവന്റെ തുടിപ്പ് അവിടെ അവശേഷിക്കുകയാണ്. അത് എന്താണ് എന്ന് കണ്ടെത്തണം. അപ്പോൾ ഉദ്യോഗസ്ഥരോട് ആദ്യഘട്ടത്തിൽ സംസാരിച്ചപ്പോൾ എടുത്ത് ചോദിച്ചിരുന്നു അത്തരത്തിൽ ഈ വിഭജിന്തുക്കളോ മറ്റോ ആയിട്ടുള്ള സാധ്യതയിലും അങ്ങനെ ഒരു ശിക്ഷ ലഭിക്കുമോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇല്ല, അത് ശ്വാസം എടുക്കുന്ന ജീവികൾ ശിക്ഷിക്കുക മാത്രമാണ് നമുക്ക് ലഭിക്കുക എന്നുള്ളത് അദ്ദേഹം തീർത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരു കാരണവശാലും അത് ഉപേക്ഷിച്ച് പോകാൻ കഴിയില്ല. അത്തരത്തിൽ ശ്വാസം എടുക്കുന്ന ജീവിതം എന്ന് പറയുന്നത് പ്രധാനമായും ആ ഒരു കെട്ടിടത്തിന്റെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ അവിടെ മനുഷ്യജീവൻ അവശേഷിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം അവിടെ ആ നിരവധി ആളുകളെ കാണാതായ ഒരു പ്രദേശമാണ് ഈ കെട്ടിടത്തോട് ചേർന്ന്. അവിടെ കെട്ടിടത്തോട് ചേർന്ന് ഒരു വീടുണ്ടായിരുന്നു. ആ അടിയിൽ താമസ സൗകര്യത്തിൽ ഭക്ഷണം വാങ്ങിക്കാനും തൊട്ടടുത്ത് ഒരു കടമുറിയാണ്. പക്ഷെ അതിൽ മുകൾ വശത്തും താഴ്വശത്തുമായി താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാകും നാട്ടുകാർ പറയുന്നു. ആ ചില സമയങ്ങളിൽ അവിടെ ആളുകൾ ഉണ്ടാകാറുണ്ടെന്ന് ആളുകൾ പറയുന്നു. ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് നാട്ടുകാരിൽ നിന്നടക്കം കൃത്യമായ വിവരം ലഭിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് ഈ ദൗത്യം ഉപേക്ഷിച്ചു പോകാൻ കഴിയുന്ന സാഹചര്യമല്ല ഇവിടെ ഉള്ളത്. എന്തായാലും സൈന്യം തയ്യാറായിരിക്കുകയാണ്. സന്നദ്ധ സേവന സംഘടനാ പ്രവർത്തകർ തയ്യാറായി നിൽക്കുകയാണ്. നമുക്ക് എന്ത് പ്രതിസന്ധി ഘട്ടത്തിൽ തരണം ചെയ്തുകൊണ്ട് നമുക്ക് അതിലേക്ക് എത്തേണ്ടതുണ്ട്. അതിനാവശ്യമായുള്ള ശ്രമം നമ്മൾ നടത്തുകയാണ്. വിഭജന സംഘടനാ പ്രതിനിധികൾ അടക്കമുള്ളവർ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഡിവൈഎസ്ഐയുടെയും എസ്ഐയുടെയൊക്കെ ടീച്ചർക്ക് ധരിച്ച കുറെ പ്രവർത്തകർ അവർ ആ ഘട്ടത്തിലേക്ക് അങ്ങോട്ട് കടന്നു പോകാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് അവർ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് അതിനുള്ള അനുവാദം നൽകാൻ അവർ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ആ ദൗത്യഭൂമിയിലേക്ക് കടന്നു ചെന്നുകൊണ്ട് സൈന്യത്തിനൊപ്പം തന്നെ ആ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളാകാൻ തയ്യാറായി നിരവധി യുവാക്കൾ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായും ഇപ്പോൾ നേവി അതിന്റെ ഏത് തരത്തിലേക്ക് നമുക്കത് പരിശോധന നടത്താമെന്നുള്ള ആലോചനയിലാണ്. ആദ്യ ഘട്ടത്തിൽ നമുക്ക് ആ വീടിന്റെ ഏറ്റവും 2ാം നിലയിലുള്ള ഭാഗം ഒളിച്ച് അത് അകത്തേക്ക് പ്രവേശിക്കുകയാണ്. അത്തരത്തിൽ തുടരുക.